അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് ഫാത്തിമ സലാഹുദ്ദീൻ. എൻ്റെ വീട് തിരുവനന്തപുരം പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ്. കാലുവേദന 2014 തൊട്ട് എനിക്ക് കാലുവേദനയുണ്ട്. പല റീസൺസാണ്. ഒന്ന് ന്യൂറോപ്പതി ഉണ്ട്, മുട്ടിൻ്റെ പ്രശ്നം, കാലിൻ്റെ മുട്ടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻറ്റൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ 2021 ആയപ്പോൾ എനിക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാവുകയും അതോടെ എനിക്ക് ഇനി അടുത്ത എന്താണ് അതിനുള്ള വഴി എന്നുള്ളത് ആലോചിച്ച് ഞാൻ ഓരോ ഓർത്തോപെഡിക് ഡോക്ടർമാരോട് ഇങ്ങനെ ചോദിച്ച് ഒപ്പീനിയൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു നമുക്ക് PRP ചെയ്യാമെന്ന് പറഞ്ഞ് 2022 പകുതി മുതൽ ആൾട്ടർനേറ്റ് മന്ത്സിൽ ആൾട്ടർനേറ്റ് കാലുകളിൽ രണ്ടിലും 3 PRP വീതം ചെയ്തു. പക്ഷെ അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത്. പക്ഷേ എൻ്റെ വേദന റിസോൾവ് ആയതൊന്നുമില്ല, എന്നെങ്കിലും എന്നെ കുറച്ച് ഹെൽപ്പ് ചെയ്തു. പക്ഷെ അതിന് ശേഷം ഞാൻ ഡോക്ടറോട് പോയി പറഞ്ഞു, സാർ എനിക്ക് അങ്ങനെ കാല് വേദന അങ്ങനെ മാറിയിട്ടില്ല, കാല് വളയുന്നെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പറഞ്ഞാൽ യെസ് മാഡം, കാല് വളയുന്നുണ്ട്, പക്ഷേ എങ്കിൽ ഇപ്പോഴും ഗ്രേഡ് 2 ആണ്, ഇപ്പോൾ നമുക്ക് സർജറി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ്. അപ്പോൾ വീണ്ടും വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ റോഡൊന്നും ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് നാളായിട്ട് ഞാൻ റോഡൊന്നും ക്രോസ് ചെയ്യുന്നില്ല, കാരണം ചിലപ്പോൾ കാല് ലോക്കായി പോകും, പിന്നെ എനിക്ക് നടക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, എനിക്ക് റോഡൊന്നും ക്രോസ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അങ്ങനെ പോയാൽ പറ്റില്ല, നമുക്ക് വി ഷുഡ് ഡു സംതിങ്. അപ്പോഴും പറഞ്ഞല്ല മാഡം, കുറച്ചുകൂടെ ഇങ്ങനെ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ വേറൊരു ഡോക്ടറെ അടുത്ത് പോയി. അദ്ദേഹം പറഞ്ഞ് നമുക്ക് കുറച്ച് ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് കുറച്ച് അൾട്രാസൗണ്ട്, ഇലക്ട്രോതെറാപ്പി, പിന്നെ അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ചെയ്ത്, പിന്നെ എക്സർസൈസസ് ഒരു 4-5 മാസം അത് ചെയ്ത് ഏകദേശം നവംബറൊക്കെ ആയപ്പോൾ കുറച്ച് ദിവസം ഒരു 10-250 കിലോമീറ്റർ ഒരു 5-6 ദിവസം കൊണ്ട് ഒന്ന് വണ്ടി ഓടിക്കേണ്ടുന്ന ഒരു അത്യാവശ്യ സാഹചര്യം ഉണ്ടായി. അപ്പോൾ കാല് കൂടുതൽ പ്രശ്നമായി. പിന്നെ എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടായി തുടങ്ങി. നടക്കുമ്പോൾ എനിക്ക് വേദന, നടക്കാൻ പറ്റില്ല. ഇനി നടക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ എവിടെയെങ്കിലും ഇരിക്കുന്ന ഒരവസ്ഥയെത്തി. അപ്പോൾ ഞാൻ യൂട്യൂബിലേക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് പല വീഡിയോസും കാണുമ്പോൾ നമുക്ക് റോബോട്ടിക് സർജറി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, അത് കുറച്ചുകൂടെ കൊള്ളാം, മാനുവലിനേക്കാൾ കുറേ കൂടെ പ്രിസൈസ് ആണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ദിവസം ഞാൻ മൊയ്നൂസ് വ്ളോഗ് കാണുന്നത്. അതിൽ ഞാൻ കാണുന്നത് ആസ്റ്റർ മിംസ് കോട്ടയ്ക്കൽ മലപ്പുറം അവരുടെ ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവ് രോഗികളുടെ ഒരു മീറ്റിംഗാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ വ്ളോഗുകൾ സെർച്ച് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർജറിയെക്കുറിച്ചും പിന്നെ അദ്ദേഹം സ്റ്റിച്ച് എടുക്കാൻ വന്നപ്പോൾ ഉള്ള കാര്യങ്ങളും, അപ്പോൾ എങ്ങനെയാണ് ഇവിടെ റോബോട്ടിക് സർജറി ഉണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവ് എന്നെ സജസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ പോയിരുന്നു ഒരു ദിവസം. അപ്പോഴെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് അവിടെ പോയി സർജറി ചെയ്താൽ മതി, എന്ത് വില കൊടുത്തും അവിടെ പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഞാനും എൻ്റെ ബ്രദറും കൂടെ ഡിസംബർ 1-ാം തീയതി ഞങ്ങൾ ആ മൊയ്നുവിൻ്റെ വ്ളോഗിൽ കണ്ട ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് മിസ്റ്റർ ആഷിഖ് സർജറി കോർഡിനേറ്റർ, അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്ത് വരണതിൻ്റെ അന്ന് ഡോക്ടർമാരെ കാണണം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഡേറ്റ് തന്ന് ഞങ്ങൾ ആ ഡേറ്റിൽ ഇവിടെ വന്നു. എന്നപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി അന്ന് ഡോക്ടർ ഫൈസലിന് പനിയായി, അദ്ദേഹം വന്നില്ല. പക്ഷേ ഡോക്ടർ അവാദിനെ കണ്ട്, സെയ്ദ് അവാദ് ഹുസൈനെ കണ്ട് ഞാൻ വളരെ ഹാപ്പിയായി. സെയ്ദിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളതിൻ്റെ പഴയ എക്സ്റേസൊക്കെ കൊണ്ടുവന്ന് പുതിയ എക്സ്റേസ് നോക്കി, സ്കാൻ ചെയ്തു, ഇല്ലൊക്കെ നോക്കി, ഓക്കെ ഇന്നതാണ് കണ്ടീഷൻ. സോ കാല് ഡിഫോമിറ്റി വന്ന് വളഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡിസ്ലൊക്കേഷൻ കൂടെ ആയി. എനിക്ക് തോന്നുന്നു ഡ്രൈവിങ് കൂടുതൽ ഞാൻ അഗ്രവേറ്റ് ചെയ്തു, ഡിസ്ലൊക്കേഷനും കൂടെ ആയി. തങ്ങളി റബ്ബ് ചെയ്യുന്നുണ്ട്, കാരണം നടക്കുമ്പോൾ തീ പാറും. എനിക്ക് തന്നെ അറിയാം മുട്ടിൽ നിന്ന് അങ്ങനെ ചൂടാണ് പറക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി തങ്ങളി റബ്ബ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അത് നോക്കുമ്പോൾ കറക്റ്റാണ്, ഡിസ്ലൊക്കേഷനും വന്നപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് സർജറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 14-ാം തീയതിക്ക് സർജറി തീരുമാനിച്ച് തിരിച്ച് നാട്ടിൽ പോയി. 13-ാം തീയതി രാവിലെ നേരിട്ട് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇപ്പോൾ പ്രീ ഓപ്പറേറ്റീവ് ടെസ്റ്റുകളെല്ലാം തന്നെ ഞാൻ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ, അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെയ്ത് അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഒപ്പീനിയനൊക്കെ മേടിച്ച് നേരത്തെ അയച്ചു കൊടുത്ത്. അപ്പോൾ അവരെല്ലാം നോക്കി ഓക്കെ ക്ലിയറാണ്, വന്നോളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ 13-ാം തീയതി രാവിലെ വന്ന് നേരെ വാർഡിൽ റൂം ശരിയാക്കി വെച്ചിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് അഡ്മിറ്റായി. പിന്നെ 9 മണിയായപ്പോൾ OPയിൽ വന്ന് വീണ്ടും വന്ന് പിന്നെ നമുക്ക് അനസ്തീഷ്യ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണണം. അപ്പോൾ എനിക്ക് സാർക്കോയിഡോസിസ് ഉള്ളതുകൊണ്ട് അനസ്തറ്റിസ്റ്റിനെ കണ്ടപ്പോൾ ഞാൻ അവരോട് അതിൻ്റെ വിശദീകരണങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചെസ്റ്റ് ഡോക്ടറെ കൂടെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെസ്റ്റ് ഡോക്ടറെയും കണ്ട് എല്ലാം അവരെ അനലൈസ് ചെയ്ത് അതിൻ്റെ ഒരു ഫുൾ
ഇതാക്കിയതിന് ശേഷമാണ് നമ്മൾ 14-ാം തീയതി സർജറി തീരുമാനിച്ചിരുന്നെങ്കിലും ഓക്കെ ഫുൾ ഇറ്റ് ഈസ് ടുമോറോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ പ്രിക്കോഷൻസും അവരെടുത്തു. അപ്പോൾ മയക്കുന്ന ജനറൽ അനസ്തീഷ്യ ഒന്നുമില്ല, എപ്പിഡ്യൂറൽ തന്ന് അങ്ങനെ സർജറി ചെയ്ത് കുറേ ഉണന്നും ഉറങ്ങിയും ആണ് സർജറി. ഞാൻ ഇത് ചിലതൊക്കെ എനിക്ക് മനസ്സിലായി, അവർ കാര്യങ്ങൾ പറയുന്ന അറിയാം, അങ്ങനെയൊക്കെ കണ്ടും കേട്ടുമൊക്കെ സർജറി കഴിഞ്ഞ് ICUയിൽ കൊണ്ടുവന്ന്. അപ്പോൾ സാധാരണഗതിയിൽ 24 hours ICUയിൽ, പക്ഷേ എനിക്ക് 2 ദിവസം കൂടെ അവരെന്നെ ICUയിൽ റിമെയിൻ ചെയ്ത്. കാരണം ഭയങ്കര കുളിര്, വിറയിൽ എപ്പോഴും. ഇപ്പോൾ ഹോട്ട് എയറൊക്കെ ബ്ലോ ചെയ്ത്, തിയേറ്ററിലെ ഹോട്ട് എയർ ബ്ലോ ചെയ്ത്, അങ്ങനെയാണ് 3 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ കൊണ്ടുവന്ന്. അപ്പോഴും എപ്പിഡ്യൂറൽ 1 millimeter/hour വെച്ച് തന്ന്. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് പെയിനൊക്കെ ഒരുവിധം കൺട്രോൾ എന്ന് പറയാനൊക്കില്ല, എന്നാലും നമുക്ക് സഹിക്കാം, ഓക്കെ അങ്ങനെയുള്ള ഇതിലായി. അപ്പോൾ സർജറിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ 6-ാം ദിവസം ഡിസ്ചാർജായി വന്നു. അപ്പോൾ ഈ തിയേറ്ററിലും അല്ലാതെയും ഒക്കെ നമ്മൾ കണ്ട ഡോക്ടേഴ്സൊന്നും, ഡോക്ടർ അവാദ് ഹുസൈൻ ആയിരുന്നാലും, ഡോക്ടർ ഫൈസൽ, ഡോക്ടർ ഹക്കീം, പിന്നെ വീണ്ടും അസിസ്റ്റൻറ്റ് ഡോക്ടേഴ്സ്, എല്ലാവരുടെയും പേരെനിക്കറിയില്ല. അവരെല്ലാവരും എപ്പോഴും വരികയും കാണുകയും എല്ലാ ദിവസവും വന്ന് കാണുകയും നമുക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മളെന്ത് പറഞ്ഞിരുന്നാലും, ഇപ്പം എനിക്ക് വേദനയെക്കുറിച്ച് പറഞ്ഞാലും ഒക്കെ അതിന് വേണ്ടുന്നതൊക്കെ ചെയ്തു തരികയും വളരെ. സ്റ്റാഫും അതെ, ഞാനും എൻ്റെ മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ലേഡി ഹെൽപ്പേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരും മാത്രമേ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഇറ്റ് വാസ് ഓൾ വെരി ഗുഡ്. റോബോട്ടിക് സർജറി തന്നെയാണ് ചെയ്തത്. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി. ഇന്നിപ്പോൾ 16-ാമത്തെ ദിവസമാണ്. ഇന്നലെ പോയി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി സ്റ്റിച്ചൊക്കെ എടുത്തു. ഡോക്ടർ അവാദും ഡോക്ടർ ഫൈസലും ഒക്കെ നമ്മളെ വീട്ടിലെ ഒരു മെമ്പറെ, ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ ഒരു ചിരകാല സുഹൃത്തിനെ കാണുന്നത് പോലെയുള്ള അവർ നമ്മളെ കണ്ട ഉടനെ. ഇപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ OP-യിലിരിക്കുമ്പം എത്രയോ പേഷ്യൻ്റ് ഒരിക്കുന്ന എല്ലാവരോടും ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഫൈസൽ സാറ് സലാം പറഞ്ഞ ഉടൻ തന്നെ കണ്ട ഉടനെ. അതുപോലെ തന്നെ അവാദും, ഡോക്ടർ അവാദും അതുപോലെ തന്നെ ഭയങ്കര ഹാപ്പി. ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് ഷേക്ക് ഹാൻഡ് ചെയ്ത് ഹഗ് ചെയ്ത് വെരി ഹാപ്പി ടു സീ യു എന്ന് പറഞ്ഞ് ഞാനും നന്ദി പറഞ്ഞു. വളരെ സന്തോഷത്തോടു കൂടിയാണ് കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസിൽ നിന്നും സർജറി കഴിഞ്ഞിട്ട് ഞാൻ പോണത്. ഇനി 1 മാസം കഴിഞ്ഞിട്ട് വരണം. ഞങ്ങൾ നാളെ നാട്ടിൽ പോയിട്ട് ഇനി 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ വരും. അപ്പോൾ സർജറി വാസ് സക്സസ്ഫുൾ. എനിക്കിപ്പോൾ നടക്കാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കാലിന് വേദനയുണ്ട്. അഫ്കോഴ്സ് അതിനി 1 മാസം 2 മാസമൊക്കെ കാണുമായിരിക്കും. 1 മാസമൊക്കെ കഴിയുന്നത് വരെ നടത്തേക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഞാൻ പറഞ്ഞില്ല, എൻ്റെ കാല് ഡിഫോമിറ്റി ആയിപ്പോയി. അപ്പോൾ ഈ മുട്ടിങ്ങനെ തിരിഞ്ഞപ്പോൾ പാദമൊക്കെ അതിനനുസരിച്ച് മാറി, മസിൽസൊക്കെ അതിനനുസരിച്ച് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡെയിലി 2 അത് ചെയ്യുന്നുണ്ട്. ഇനി പോയിട്ടും കണ്ടിന്യൂ ചെയ്യണം. വളരെ ഹാപ്പിയാണ് ഞാൻ ഇവിടെ വന്ന് ചികിത്സിക്കാൻ പറ്റിയതിൽ, ഡോക്ടർമാരെ കണ്ടതിൽ ഒക്കെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് സർജറി, എനിക്ക് തോന്നുന്നു അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും കോർഡിനേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ കണ്ടത് ഓർത്തോപെഡിക് സർജറിയിലെ കോർഡിനേറ്റർ മിസ്റ്റർ ആഷിഖിനെ മാത്രമാണ് നമ്മൾ നേരിട്ട് ഇൻറ്ററാക്ട് ചെയ്തത്. പുള്ളി എല്ലാ ഹെൽപ്പുകളും എല്ലാവർക്കും റൗണ്ട് ദ ക്ലോക്ക് എല്ലാവർക്കും എല്ലാ ഹെൽപ്പുകളും ചെയ്തുകൊണ്ട് ഹീസ് ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്. ഞാനത് ഡോക്ടർ അവാദിൻ്റെ അടുത്ത് ഞാൻ പറയുകയും ചെയ്ത്, ഏറ്റവും വലിയ വിജയം യുവർ കോർഡിനേറ്റർ മിസ്റ്റർ ആഷിഖ്. അപ്പോൾ അവാദും അത് തന്നെ പറഞ്ഞു. നമ്മളത് പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിച്ച് ഭയങ്കര സന്തോഷം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ നാളെ പോകുന്നത്. ഇനി 1 മാസം കഴിഞ്ഞ് ഞങ്ങൾ വരും. അപ്പോൾ ഇനി എൻ്റെ അറിവിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അടുത്തൊക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്യും, നിങ്ങൾ കോട്ടയ്ക്കൽ ആസ്റ്റർ മിംസിൽ പോയി സർജറി ചെയ്യണം. അവിടുത്തെ പ്രത്യേകിച്ച് TKR, ടോട്ടൽ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുന്നു. വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച്. അൽഹംദുലില്ലാ.